തബാറക്കും ഇതാവക്കാത്തും കേട്ടപ്പോ ഞാൻ നല്ല സന്തോഷിച്ചു. ഒരു ദീനിന്റെ അലാമത്തുള്ള അടയാള ചെറുപ്പക്കാരനാണല്ലോ, അങ്ങനല്ലേ? രാത്രിയാകുമ്പോ ഒരു തബാറക്കും ഇതാവക്കാത്തും സൂറത്തു സജീദൊക്കെ കേൾക്കുമ്പോ, ദുഃഖാനൊക്കെ കേൾക്കുമ്പോ പൊതുവെ അങ്ങനെയല്ലേ ധരിക്കുക. അദ്ദേഹം പറഞ്ഞു എനിക്ക് നല്ല സന്തോഷമായി, അടുത്ത് കിട്ടിയ ആളെന്നെ നല്ല ആളായിപ്പോയല്ലോ. കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്നുണ്ടൊരു കുപ്പി എടുക്കുന്നത്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഇത് നജസാണല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല ഇത് നിങ്ങളല്ലേ നേരത്തെ തബാറക്കിതാവാക്കാത്തി ആമുഖായിട്ട് എന്താ പോയി കുടിക്കുന്നത്, വല്ല മരുന്നാണോ? ഇത് ഖംറല്ലേ, ഇത് പാടില്ലല്ലോ, നേസല്ലേ, ഇതാണോ നിങ്ങൾ ഖുർആൻ ഓതിയ നാവിലൂടെ കുടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ? ഇത് ആ ഖുർആനിലും ഹദീസിലും പറഞ്ഞ അതല്ല, ഇത് പേര് വേറെ, ഇതിന്റെ പേര് ബീർ എന്നാണ്, ഇതിന് ആ ഖംർ എന്ന് പറയില്ല. അന്ന് തങ്ങൾ പറഞ്ഞു സൈസമ്മൂനഹാ ബിഗൈരി ഇസ്മിഹാ, ഉമ്മത്ത് എങ്ങനെ അത് ഹലാലാക്കുന്നു? സ്വഹാബത്ത് ചോദിച്ചു, വഖദ് ബുയ്യിന ഫീഹി മാ ബുയ്യിന, ഖംറിന്റെ വിഷയത്തിൽ എന്താണ് ഖുർആനിൽ വിശദീകരിക്കാത്തത്? എല്ലാം അല്ലാഹു വ്യക്തമാക്കി വിശദീകരിച്ചില്ലേ? എന്തിനാണത്? ഇന്നമാ യുരീദു ശൈത്വാനു അൻ യുഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിരി വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്. പിശാച് ഖംറിലൂടെ ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കിടയിൽ കലഹം സൃഷ്ടിക്കാനാണ്, കുടുംബ കലഹം, ചേരികളിൽ പ്രത്യേകമായി കലഹം രൂപപ്പെടുത്താൻ, അനൈക്യമുണ്ടാക്കാൻ, വിദ്വേഷമുണ്ടാക്കാൻ. വയസുദ്ദകും അൻ ദിക്രില്ലാഹി വഅനിസ് സ്വലാത്ത്, അല്ലാഹുവിന്റെ ഓർമ്മയിൽ നിന്ന്, ചിന്തയിൽ നിന്ന് നിങ്ങളെ മാറ്റിക്കളയാൻ, നിസ്കാരത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ, അതല്ലാതെ മറ്റൊരു ലക്ഷ്യവും അവനില്ല എന്ന് അല്ലാഹു തആല ഇത്രയും വിശദീകരിച്ചിട്ടും ആളുകൾ പറയുന്നു, നോക്ക് നിങ്ങൾ, അത് വേറെയാണ്, ഇത് വേറെയാണ്.